അമ്മേച്ചേട്ടാ, അമ്മ പറയണ്ടായിരുന്നു വർഷത്തിൽ ഒരിക്കലേ മാത്രം നട തുറക്കണ അമ്പലം. പുളിയങ്കാവ് അമ്പലം പോയാലോ? ശരി, അച്ഛനോട് ചോദിക്കാം. അച്ഛാ, പുളിയങ്കാവ് അമ്പലത്തില് പോയാലോ? കൊല്ലത്തിൽ ഒരിക്കലേ തുറക്കുള്ളൂ. അങ്ങനെ ഞങ്ങള് അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ നിന്നും 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക്. ഒരുപാട് ആൾക്കാര് വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് കേട്ടോ. നടുക്കു കനാൽ, 2 വശത്തിലും റോഡ്. അതിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്ന. മറുവശത്തെ റോഡിൽ അമ്പലവേലയും ദേവിയുടെ തിറകേറ്റിയ ആനയും കാണാം. റോഡിൽ തിരക്കുള്ളത് കൊണ്ട് വണ്ടി നിർത്തി വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അമ്പല പരിസരത്തിലെത്തി. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു. കനാലിന് കുറുകെയുള്ള ചെറിയൊരു നടപ്പാലത്തിലാണ് നമ്മൾ പോകുന്നത്. പാലക്കാട് ജില്ലയിലെ കല്ലിങ്കൽ എന്ന സ്ഥലത്തിലാണ് പുളിയൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിന്റെ പ്രത്യേകത വർഷത്തിൽ ഒരിക്കൽ നട തുറക്കുമുള്ളൂ. അതും ഒരു ദിവസത്തേക്ക് മാത്രം. പിന്നെ അടുത്ത കൊല്ലമേ തുറക്കുമുള്ളൂ. നമ്മൾ പോകുന്ന വഴിയിൽ ചെറിയ കടകൾ കാണാം. ഹൽവയും ഫാൻസിയും പൊരിയും അങ്ങനെ. ഞങ്ങൾ അമ്പലത്തിന്റെ പുറകുവശത്തൂടെയാണ് പോയത്. അവിടെ ഒരു ഈശ്വര പ്രതിഷ്ഠ കാണാം. ഒടുവിൽ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്ന് നീങ്ങിയെത്തി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. വളയും എന്തൊക്കെയാ അല്ലേ. ഞാൻ അമ്മയ്ക്കൊപ്പമായിരുന്നു. ബബ്ലുവും അച്ഛനും മുന്നേ നടന്നെത്തി. പറയാൻ വിട്ടുപോയി, ഞങ്ങൾ ഗയമോളെ വീട്ടിൽ ബബ്ലു എന്നാ വിളിക്കാറുള്ളത്. ഇത് അമ്പലത്തിന്റെ പുറകുവശം. പന്തലിന്റെ ലൈറ്റ്സ് ഒക്കെ കാണാൻ ചന്തമുണ്ട്. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. തുടക്കമായതുകൊണ്ട് എങ്ങനെയാ വീഡിയോ എടുക്കേണ്ടതെന്നുള്ളത് വലിയ ഐഡിയൊന്നുമില്ല. ഇതിനിടയിലൂടെ ബബ്ലു പൊരിയും വാങ്ങി നടക്കുന്നുണ്ട്. ഈ കാണുന്ന വഴി ദേവിയെ തൊഴാനായിട്ട് നിൽക്കുന്നതാ. തിരക്കിൽ നിൽക്കാൻ മടിച്ചതുകൊണ്ട് ഞങ്ങൾ പുറത്തിൽ നിന്നും ദേവിയെ കണ്ടു തൊഴുതു. ഈ ലൈറ്റ്സ് വർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിലും ഗണപതി എനിക്ക് വളരെ ഇഷ്ടമുള്ള ദൈവമാണ്. ബബ്ലു ഇവിടെ പൊരിതീറ്റയിലാണ്. കള്ളിപ്പെണ്ണിന് അമ്മ വള വാങ്ങി കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം. നല്ല ആവി പറക്കുന്ന ചൂട് കടല, കേരറ്റും കേബേജും ഇട്ട മിക്സഡ് കടലയുടെ ഒരു പൊതി വാങ്ങി. 4 ആളോ ആ പൊതിയും കഴിച്ച് യാത്ര തിരിച്ചു. പോകുന്ന വഴിയിൽ അച്ഛൻ ഞങ്ങൾക്ക് 2 പേർക്കും കളിപ്പാട്ടം വാങ്ങിത്തന്നു. ഞങ്ങൾ വളരെ സന്തോഷവരായി. അങ്ങനെ പതുക്കെ ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. നിങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.